കേരള ലോക്കൽ ബോഡി ഇലക്ഷൻ 2025 നടന്നു. 6 കോർപ്പറേഷനുകളിൽ UDF 4, LDF 1, BJP 1 ലഭിച്ചത്. മുനിസിപ്പാലിറ്റി 55 എണ്ണം UDF, 28 LDF, 2 BJP, അതേഴ്സിന് 1. പഞ്ചായത്ത് 8 UDF, 6 LDF. ബ്ലോക്ക് പഞ്ചായത്ത് 80 UDF, 66 LDF. ഗ്രാമപഞ്ചായത്ത് 480 UDF, 360 LDF, 26 BJP, 7 അതേഴ്സ്. അപ്പം ഇതിലെ നമ്പേഴ്സ് ഫാക്ടേഴ്സായിട്ട് ഓർത്ത് വെക്കണമെങ്കിലും ആരാണ് ലീഡ് ചെയ്തതെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. 2 ഫേസ് ആയിട്ടാണ് ഇലക്ഷൻ നടന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9-നും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഡിസംബർ 11-നും. വോട്ട് എണ്ണിയത് ഡിസംബർ 13-നാണ്. തിരുവനന്തപുരം മേയറായത് VV രാജേഷാണ്. കൊല്ലം മേയർ AK ഹഫീസ്. കൊച്ചി മേയർ VK മിനിമോൾ. തൃശ്ശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കോഴിക്കോട് മേയർ O സദാശിവൻ. കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര. ഇന്ത്യയിലെ തന്നെ യങ്ങസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയത് ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി PR രമേശ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളിയാണ് ഇദ്ദേഹം. ശ്രദ്ധിക്കണം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ല, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇദ്ദേഹവും പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. പണ്ട് നമ്മൾ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ കുറിച്ച് മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം കമ്മീഷനിൽ ആദ്യമായിട്ട് മലയാളിയായിട്ടുള്ള ഒരു അംഗം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി വരുന്ന എക്സാംസുകളിൽ. കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ V ഹരി നായർ. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ഇദ്ദേഹം പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. കൊൽക്കത്ത സ്വദേശിയാണ്. കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇദ്ദേഹം മേഘാലയയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2025 വിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടൻ ശ്രീനിവാസന്റെ മരണമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്, അത് പഠിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം നടനായിട്ട് അരങ്ങേറ്റം കുറിച്ചത് 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. 1984 ആദ്യ കഥ ഓടരുതമ്മാവ ആളറിയാം. ആദ്യ തിരക്കഥ പൂച്ചയ്ക്കൊരു മൂക്കുത്തി. സംവിധാനം ചെയ്തത് 2 സിനിമകളാണ്, വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം ഞാൻ പ്രകാശനാണ്. 1995 മഴയത്തു മുൻപേ, 1991 സന്ദേശം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998 സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ലഭിച്ചു. ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഖലീദ സിയ അന്തരിച്ച വർഷം കൂടിയാണ് 2025. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് V നായർ. സെക്രട്ടറി വിനോദ് S. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അംബാസിഡറായി മാറി സഞ്ജു സാംസൺ. സോ അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഫാക്ടേഴ്സ് കുറച്ചും കൂടി സ്പോർട്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ മോഹൻലാൽ. കേരളത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP റവാഡ A ചന്ദ്രശേഖർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയകിഷോർ രേദ്കർ. കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ P സതീദേവി. ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആൻഡ് അതിൻ്റെ തീംസ് ആണ്. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. തീം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദി നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ജനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ് ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ യുണൈറ്റഡ് ബൈ യുണീക്ക്. മാർച്ച് 8 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ വുമൺ ഫോർ ദി ഫ്യൂച്ചർ. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ വാട്ടർ ഫോർ പീസ്. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഏപ്രിൽ 22 എർത്ത് ഡേ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. മെയ് 22 ഇൻ്റർനാഷണൽ ഡേ ഫോർ
ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ജൂൺ 21 ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ്. സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ, ടീച്ചേഴ്സ് അറ്റ് ദി ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിക്കവറി. സെപ്റ്റംബർ 8 ഇന്റർനാഷണൽ ലിറ്ററസി ഡേ, പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ ഇറ. സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ, പ്രൊമോട്ടിംഗ് അവയർനെസ് ഓഫ് ടൂറിസംസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂ. ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, മെന്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ്. ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്, ദി ഗേൾ ഐ ആം ദി ചേഞ്ച് ഐ ലീഡ്. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ, ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ, ഏക് ഭാരത് ആത്മനിർഭർ ഭാരത്. ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ, ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്. ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ഡിഗ്നിറ്റി ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ, മാത്തമാറ്റിക്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് സൂര്യകാന്ത്. ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ. പുരസ്കാരം നേടിയത് ഗോപ എന്ന നോവലിനാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല. ഹൈദരാബാദിൽ വെച്ച് നടന്ന മിസ് വേൾഡ് 2025 വിന്നർ ഓപാൽ സുജാത. മിസ് യൂണിവേഴ്സ് 2025 ഫാത്തിമ ബോഷ്. ഇന്ത്യയുടെ 15ാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ജൂൺ 9 3ാമത് കോൺസിക്യൂട്ടീവ് ടേമിലാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിലെ വാരണാസി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ഇദ്ദേഹം ജനവിധി തേടിയത്. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അയോധ്യ രാമക്ഷേത്രം. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ അയോധ്യ ജില്ലയിലാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2020 ഓഗസ്റ്റ് 5 കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 2024 ജനുവരി 22 പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. രാമക്ഷേത്രം മുഴുവനായി പണി കഴിഞ്ഞത് 2025 നവംബർ 25 നാഗര സ്റ്റൈലിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായി 380 ഫീറ്റ് നീളവും 250 ഫീറ്റ് വീതിയും 161 ഫീറ്റ് ഉയരത്തിലുമാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 392 തൂണുകളും 44 ഗേറ്റുകളുമാണ് രാമക്ഷേത്രത്തിനുള്ളത്. രാം മന്ദിറിന്റെ ഡിസൈനർ ചന്ദ്രകാന്ത് സോംപുര. മേക്കർ ഓഫ് രാംലല്ല മൂർത്തി അരുൺ യോഗിരാജ്. ബീഹാർ ഇലക്ഷൻ 2025. ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത് നവംബർ 6 സെക്കൻഡ് ഫേസ് നവംബർ 11. റിസൾട്ട് നവംബർ 16 അനൗൺസ് ചെയ്തത്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDAക്ക് 202 സീറ്റുകളാണ് കിട്ടിയത്. അതിൽ BJPക്ക് 89 സീറ്റ്, ജനതാദൾ 85 സീറ്റ്, അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾക്കും 19, 5, 4 എന്നീ രീതിയിലാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ നിതീഷ് കുമാറാണ് ബീഹാറിലെ ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 അപ്പോയിൻമെൻറ്റ്സ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ജ്ഞാനേഷ് കുമാറും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള രത്തൻ യു കേൽക്കറും. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. നേപ്പാളിലെ ജൻസി കലാപത്തിന് ശേഷം നേപ്പാളിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് സുശീല കർക്കിയാണ്. ബുക്കർ പ്രൈസ് ലഭിച്ചത് ബാനു മുഷ്താഖിനാണ്. ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് ബാനു മുഷ്താഖിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2023 മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനാണ് ലഭിച്ചത്.
2025-26 ബജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ടാക്സ് റെജീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%. ഇതിൻ്റെ കൂടെ ഓൾഡ് ടാക്സ് റെജീം ഉണ്ടായിരിക്കും. ഓൾഡ് ടാക്സ് റെജീമിൽ 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. ഇതിൽ ഏത് ടാക്സ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ് ലഭിച്ചത്. 33ാമത്തെ ഒളിമ്പിക്സ് പാരീസിൽ വെച്ചിട്ടാണ് നടന്നത്. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് നടന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് US-നാണ്. 126 മെഡലാണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ചൈനയ്ക്ക് 91 മെഡലാണ്. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ജപ്പാന് 45 മെഡലാണ്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യക്ക് 71ാമത്തെ സ്ഥാനമാണ്. ടോട്ടൽ 6 മെഡലാണ് കിട്ടിയത്. സ്വർണമില്ല. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. സർബ്ജോത് സിംഗിന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിൽ ബ്രോൺസ് ലഭിച്ചു. മനു ബാക്കർ ഫ്രം ഹരിയാന വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലിലും അതുപോലെ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിലും രണ്ടിലും ബ്രോൺസ് ആണ് ലഭിച്ചത്. സ്വപ്നിൽ കുശൽ ഫ്രം മഹാരാഷ്ട്ര 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിൽ ബ്രോൺസ് ആണ് ലഭിച്ചത്. നീരജ് ചോപ്ര ഫ്രം ഹരിയാന. നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡലാണ് കിട്ടിയത്. 49.45 മീറ്ററിലാണ് ജാവലിൻ ത്രോയിൽ സിൽവർ കിട്ടിയത്. ഇന്ത്യൻ ഹോക്കി ടീമിനും വെങ്കലമാണ് ലഭിച്ചത്. മലയാളിയായ PR ശ്രീജേഷ് ഇതിൽ അംഗമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മെഡൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൻ. അമന് ബ്രോൺസ് ആണ് കിട്ടിയത്. റെസ്ലിംഗിൽ 57 കിലോ വിഭാഗത്തിലാണ് ബ്രോൺസ് മെഡൽ കിട്ടിയത്. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നേടിയത് കാർലോസ് അൽക്കാരസും കോക്കോയുമാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് മെൻസ് വിഭാഗത്തിൽ യാനിക് സിന്നറും വുമൻസ് വിഭാഗത്തിൽ മാഡിസൺ കീസുമാണ് വിജയിച്ചത്. വിംബിൾഡൺ സിംഗിൾസ് മെൻസിൽ യാനിക് സിന്നറാണ് വിജയിച്ചത്. 2025 വിംബിൾഡൺ വുമൻസ് നേടിയത് ഇഗ. US ഓപ്പൺ വുമൻസ് സിംഗിൾസ് അരിയാന സെബലങ്ക. US ഓപ്പൺസ് കാർലോസ് അൽക്കാരസ്. 2024 ഭാരതരത്ന അവാർഡ് വിന്നേഴ്സ് കർപ്പൂരി താക്കൂർ, MS സ്വാമിനാഥൻ, PV നരസിംഹറാവ്, ചൗധരി ചരൺ സിംഗ്, ലാൽകൃഷ്ണ അദ്വാനി. 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 2025 പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 7 പത്മ വിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകളാണ്. പത്മശ്രീ ലഭിച്ച മലയാളികൾ IM വിജയൻ സ്പോർട്സ് പേഴ്സൺ ആണ്. K ഓമനക്കുട്ടിയമ്മ ആർട്സിലാണ് ഓമനക്കുട്ടിയമ്മയ്ക്ക് ലഭിച്ചത്. പത്മഭൂഷൺ ലഭിച്ച മലയാളികളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ജോസ് ചാക്കോ പെരിയപുറം കേരളം മെഡിസിൻ വിഭാഗത്തിലാണ്. PR ശ്രീജേഷ് കേരളം സ്പോർട്സ്. പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 7 പേർക്കാണ്. ഡുവൂർ നാഗേശ്വർ റെഡ്ഡി, ജഗദീഷ് സിംഗ്, കുമുദിനി രജനീകാന്ത്, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, MT വാസുദേവൻ നായർ, ഒസാമ സുസുക്കി, ശാരദ സിൻഹ. ഇനി കുറച്ച് കറന്റ് അപ്പോയിൻമെന്റ്സ് നോക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ജസ്റ്റിസ് നിതിൻ മധുങ്കർ ജാംദർ. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. കറന്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ജസ്റ്റിസ് അജയ് മാണിക്കറാവ് കാൻവിൽക്കർ. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇനി കുറച്ച് സ്പോർട്സിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 78th സീനിയർ നാഷണൽ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വറിൽ വെച്ച് നടന്നു. അതിൽ ഫസ്റ്റ് ലഭിച്ചത് കർണാടകയ്ക്കാണ്. രഞ്ജി ട്രോഫി വിദർഭയാണ് നേടിയത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഹോസ്റ്റ് ചെയ്തത് ബീഹാർ ആണ്.
കായിക രംഗത്ത് നൽകുന്ന പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 4 പേർക്കാണ് ലഭിച്ചത്. മനു ഭാക്കർ, ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. Which team won 2025 Women's Premier League? Mumbai Indians. Who was topped the medal tally of 38th National Games 2025? Services Sports Control Board. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ടോപ്പിലെത്തിയത് ഹരിയാനയാണ്. 134ാമത് എഡിഷൻ ഓഫ് ഡ്യൂറൻ കപ്പ് 2025 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വിന്നറായി. സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറാവുന്ന ആദ്യ മുസ്ലിം വംശജനാണ് ഇദ്ദേഹം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് താരസംഘടനയുടെ പുതിയ പ്രസിഡന്റായിട്ട് ശ്വേത മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ശ്വേത മേനോൻ. LVM-3 M6 ബ്ലൂബേർഡ് ബ്ലോക്ക് 2 മിഷൻ ഇന്ത്യ വിജയകരമായിട്ട് ലോഞ്ച് ചെയ്തു. 2025 ഡിസംബർ 24 ലോഞ്ചിങ്. ISRO's ഓപ്പറേഷണൽ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ വിത്ത് എ പ്രൂവൺ റെക്കോർഡ് ഓഫ് റിലയബിൾ മിഷൻ എന്നാണ് ഇതിൻ്റെ ടാഗ്. റെക്കോർഡ് ബ്രേക്കിംഗ് പേലോഡാണ്. വെയ്റ്റ് 1600 കിലോഗ്രാം ആണ്. ബ്ലൂബേർഡ് ബ്ലാക്ക് 2 is the heaviest payload ever launched by an Indian rocket from Indian soil. Bluebird Block 2 is a part of next generation constellation designed to provide direct to mobile cellular broadband connectivity. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ BVG രാംജി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തു. 100 ദിവസത്തെ വർക്കിന് പകരം 125 ദിവസമായിരിക്കും ഇനി ഒരു വർഷത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുക. സ്റ്റേറ്റ് ക്യാൻ നോട്ടിഫൈ എ നോ വർക്ക് പീരീഡ് ഓഫ് അപ് ടു 60 days ആനുവലി ടു എൻഷുർ ലേബർ അവൈലബിലിറ്റി ഫോർ പീക്ക് അഗ്രികൾച്ചർ സീസൺ. 2025 ഡിസംബർ 16 ഈ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഡിസംബർ 18 ലോക്സഭ പാസാക്കി. ഡിസംബർ 19 രാജ്യസഭ പാസാക്കി. ഡിസംബർ 21 പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ബില്ലിനെ ആക്റ്റാക്കി. ജനുവരി 4, 2026 ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോർ റിലേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെസ്റ്റിംഗ് റോൾസ് വർ സ്കെഡ്യൂൾഡ് ഫോർ ഓൺലൈൻ ടെസ്റ്റ്. ഈ നിയമത്തിൽ വന്ന പുതിയ മാറ്റങ്ങൾ, പണ്ട് ഈ നിയമം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന ഒരു ബില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സ്റ്റേറ്റ്സ് ആൻഡ് റേഷ്യോയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും 60% സെൻറ്ററും 40% സ്റ്റേറ്റ്സുമാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റിന് 90% സ്റ്റേറ്റും 90% സെൻറ്ററും 10% സ്റ്റേറ്റുമാണ്. ഏഷ്യ കപ്പ് 2025 വിന്നർ ഇന്ത്യ. 17ാമത്തെ ഏഷ്യ കപ്പാണ് 2025 നടന്നത്. UAEയിൽ വെച്ചിട്ടായിരുന്നു ഏഷ്യ കപ്പിൻ്റെ വേദി. 18 ടീമുകളായിട്ട് 19 മാച്ചായിട്ടാണ് നടന്നത്. ഇതിൻ്റെ മസ്കറ്റ് ഷേരു എന്ന സിംഹമാണ്. ഇന്ത്യ വിൻ ചെയ്തപ്പോൾ റണ്ണറപ്പ് ആയത് പാകിസ്ഥാനാണ്. T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പ്ലെയർ ഓഫ് ദി സീരീസ് അഭിഷേക് ശർമ്മ, മോസ്റ്റ് റൺസ് അഭിഷേക് ശർമ്മ, മോസ്റ്റ് വിക്കറ്റ് കുൽദീപ് യാദവ് ആൻഡ് പ്ലെയർ ഓഫ് ദി മാച്ച് തിലക് വർമ്മ. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ വർഷത്തെ ജൂറി ചെയർമാൻ പ്രകാശ് രാജായിരുന്നു. അപ്പോൾ ഒരു മലയാളി അല്ലാത്ത വ്യക്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാൻ ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയും വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനുമാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K. മധു. നൊബേൽ പ്രൈസ് 2025 മെഡിസിൻ മേരി ഇ ബ്രാങ്കോ USA, ഫ്രെഡ് റാംസ്ഡൽ USA, ഷിമോൻ സകാഗുച്ചി ജപ്പാൻ. They got Nobel for discoveries regarding peripheral immune tolerance, specifically the search into regulatory T cells, which has implications for cancer and autoimmune diseases treatments. Physics
John Clark, USA, Michael H. Devoret, USA, John M. Martinez, USA, for demonstrating macroscopic quantum mechanical effects and energy quantization in electrical circuits, which is foundational for quantum computing. Chemistry, Susuma Kitagawa, Japan, Richard Rawlinson, Australia, Omar M. Yagi, USA, for developing metal organic frameworks, porous materials useful for water harvesting, carbon capture, and fuel storage. Literature, Lalo Krasna-Forkai, Hungary, recognized for a body of work exploring the power of art amidst apocalyptic terror. The Hungarian author is known for his philosophical prose and influence in Central European literature. Peace, Maria Corina Machado, received the award for her advocacy for democratic rights and a peaceful transition in Venezuela, symbolizing civilian courage and unifying the opposition. Economic Science, Joel Mokyr, USA, Philippe Aghion, France, Peter Howitt, USA, honored for their explanation of innovation-driven economic growth, including the concept of creative destruction and the prerequisite for sustained growth. 14 വ്യക്തികൾക്കാണ് 2025 നൊബേൽ പ്രൈസ് ലഭിച്ചത്. 97th ഓസ്കാർ അവാർഡ്സ്, മികച്ച ചിത്രം അനോറ, മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, ചിത്രം അനോറ, മികച്ച നടൻ എഡ്രിനാൽ ബ്രോഡി, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്, മികച്ച നടി മൈക്കി മാഡിസൺ, ചിത്രം അനോറ, മികച്ച സഹനടൻ കീരൻ കുൽക്കിൻ, ചിത്രം എ റിയൽ പെയിൻ, മികച്ച സഹനടി സോയി സാൽഡാന, ചിത്രം എമിലിയ പെരസ്, മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ, മികച്ച അന്താരാഷ്ട്ര ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, ഇതൊരു ബ്രസീലിയൻ ചിത്രമാണ്, മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ നോ അതർ ലാൻഡ്. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം, അന്താരാഷ്ട്ര സമാധാനവും വിശ്വാസ വർഷം, അന്താരാഷ്ട്ര ഹിമസംരക്ഷണ വർഷം എന്നിങ്ങനെയാണ് ആചരിക്കുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിച്ചു. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങൾക്കാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടത്. 2025 ഓഗസ്റ്റ് 1 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 23 ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ ഏറ്റുവാങ്ങി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, സംവിധാനം ക്രിസ്റ്റോ ടോമി. മികച്ച സഹനടി ഉർവശി, ചിത്രം ഉള്ളൊഴുക്ക്. ഗുജറാത്തി നടി ജാനകി ബോഡിവാലയും ചേർന്നാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മികച്ച സഹനടൻ വിജയരാഘവൻ, മുത്തുപേട്ടൈ സോമു ഭാസ്കർ. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, ചിത്രം പൂക്കാലം. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, ചിത്രം 2018. പ്രത്യേക പരാമർശം നോൺ ഫീച്ചർ നേക്കൽ ക്രോണിക്കിൾ ഓഫ് പാഡിമാൻ, സംവിധാനം MK രാംദാസ്. മികച്ച റീ റെക്കോർഡിംഗ് മിക്സർ MR രാജകൃഷ്ണൻ, ചിത്രം ആനിമൽ. മികച്ച നടൻ ഷാരൂഖ് ഖാൻ, ജവാൻ. വിക്രാന്ത് മിർസി, 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി, മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ. മികച്ച ചിത്രം 12th ഫെയിൽ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ, ദി കേരള സ്റ്റോറി. 77ാമത് പ്രൈം ടൈം എമ്മി അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബർ 14 കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലുള്ള പീകോക്ക് തിയേറ്ററിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. കൊമേഡിയനായ നാറ്റോ ബെർഡാഡ്സെ ആയിരുന്നു ഈ ചടങ്ങിലെ അവതാരകൻ. മികച്ച ഡ്രാമ സീരീസ് ദി പിറ്റ്, മികച്ച കോമഡി സീരീസ് ദി സ്റ്റുഡിയോ, മികച്ച ലിമിറ്റഡ് ആന്തോളജി സീരീസ് അഡോളസെൻസ്. മികച്ച നടൻ നോവ വെയിൽ, മികച്ച നടി ബ്രിറ്റ് ലോവർ, മികച്ച നടൻ സേത്ത് റോഗൻ, മികച്ച നടി കോമഡി വിഭാഗം ജീൻ സ്മാർട്ട്. അഡോളസെൻസ് എന്ന പരമ്പരയിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ 15-കാരനായ ഓവൻ കൂപ്പർ എമ്മി ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മാറി.
സെയ്ദ് റോഗന്റെ ദി സ്റ്റുഡിയോ എന്ന കോമഡി സീരീസ് ആകെ 13 അവാർഡുകൾ നേടി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി അവാർഡുകൾ നേടുന്ന കോമഡി സീരീസ് എന്ന റെക്കോർഡും സ്വന്തമാക്കി. ആപ്പിൾ TV+ലെ സെവറൻസ് ആയിരുന്നു 27 നോമിനേഷനുകളുമായി പട്ടികയിൽ മുന്നിൽ നിന്നിരുന്നത്. തൊട്ടു പിന്നാലെ ദി പെൻഗ്വിൻ 24 നോമിനേഷൻ, ദി സ്റ്റുഡിയോ 23 നോമിനേഷൻ എന്നിവയായിരുന്നു മികച്ച നോമിനേഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI 2025 നവംബർ 20 മുതൽ നവംബർ 28 വരെ ഗോവയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം സ്കിൻ ഓഫ് യൂത്ത്, ഡയറക്ടർ ആഷ്ലി മെയ്ഫെയർ, വിയറ്റ്നാം സംവിധായകയാണ്. മികച്ച സംവിധായകൻ രജത മയൂരം സന്തോഷ് ദാവകർ. ചിത്രം ഗോതൽ മറാത്തി ചിത്രമാണ്. മികച്ച നടൻ ഉബൈമർ റിയോസ്. ചിത്രം എ പോയറ്റ്. മികച്ച നടി ജാര സോഫിജ ഓസ്റ്റാൻ. ചിത്രം ലിറ്റിൽ ട്രബിൾ ഗേൾസ്. മികച്ച നവാഗത സംവിധായകൻ ഹെസാം ഫറാമണ്ട്, ടോണി സ്പിൽ. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രജനികാന്ത്. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം നന്ദമുരി ബാലകൃഷ്ണ. മികച്ച വെബ് സീരീസ് ബന്ദിഷ് ബാൻഡിറ്റ്സ് സീസൺ 2. പ്രത്യേക ജൂറി പുരസ്കാരം അക്കിനോള ഡേവിസ് ജൂനിയർ. ചിത്രം മൈ ഫാദേഴ്സ് ഷാഡോ. ICFT യുനെസ്കോ ഗാന്ധി മെഡൽ സേഫ് ഹൗസ്. 30ാമത് IFFK കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2025 ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. സുവർണ ചകോരം മികച്ച ചിത്രം 2 Seasons to സ്ട്രേഞ്ചേഴ്സ്. ജാപ്പനീസ് സംവിധായകൻ ഷോ മിയാക്കിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. രജത ചകോരം മികച്ച സംവിധായകൻ കരീന പിയാസ, ലൂസിയ ബ്രാസലിസ്. ചിത്രം ബിഫോർ ദി ബോഡി. രജത ചകോരം മികച്ച നവാഗത സംവിധായകൻ സൗമ്യാനന്ദ സാഹി, തനുശ്രീ ദാസ്. ചിത്രം ഷാഡോ ബോക്സ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആഫ്രിക്കൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോ. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ സംവിധായക കെല്ലി ഫൈഫ് മാർഷൽ. ഓഡിയൻസ് പോൾ അവാർഡ് ജനപ്രിയ ചിത്രം തന്തപ്പേര്, സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവള. മികച്ച മലയാള ചിത്രം തന്തപ്പേര്, ഉണ്ണികൃഷ്ണൻ ആവള. ഗിഡ്കി ഗാവ് സഞ്ജു സുരേന്ദ്രൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന സ്വരാജ് ട്രോഫി 2023-24 വർഷത്തെ പുരസ്കാരങ്ങൾ 2025 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിലെ പ്രധാന വിജയികൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം കൊല്ലം, 2ാം സ്ഥാനം തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വെളിയന്നൂർ കോട്ടയം, 2ാം സ്ഥാനം ഉഴമലയ്ക്കൽ തിരുവനന്തപുരം, 3ാം സ്ഥാനം മറ്റത്തൂർ തൃശൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, 2ാം സ്ഥാനം കൊടകര തൃശൂർ, 3ാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ്. മികച്ച നഗരസഭ 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരള പുരസ്കാരങ്ങൾ 2025. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണിവ. കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ വിദ്യാഭ്യാസം ചരിത്രം, കേരളപ്രഭ രാജശ്രീ വാര്യർ കല, PB അനീഷ് കൃഷി, കേരളശ്രീ ശശികുമാർ മാധ്യമപ്രവർത്തനം, ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അഭിലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകൾ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2025. നടൻ പ്രകാശ് രാജ് ആയിരുന്നു ജൂറി അധ്യക്ഷൻ. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച നടൻ മമ്മൂട്ടി. ചിത്രം ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ ഷൗബിൻ ഷാഹിർ. സിദ്ധാർത്ഥ് ഭരതൻ. മികച്ച സ്വഭാവ നടി
ലിജോമോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. ജനപ്രിയ ചിത്രം പ്രേമലു. മികച്ച തിരക്കഥ ചിദംബരം മഞ്ഞുമൽ ബോയ്സ്. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. ചിത്രം ബോഗൻവില്ല. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. ചിത്രം ARM. ഗാനം കിളിയെ. മികച്ച പിന്നണി ഗായിക സെബ ടോമി. ചിത്രം ആ. ഗാനം ആരോരും. പ്രത്യേക ജൂറി അവാർഡ് ആസിഫ് അലി, ടൊവിനോ തോമസ്, ദർശന രാജേന്ദ്രൻ, ജ്യോതിർമയി. 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ്സ്. ബെസ്റ്റ് ആക്ടർ ആസിഫ് അലി. ചിത്രം കിഷ്കിന്ധ കാണ്ഡം ലെവൽ ക്രോസ്. ബെസ്റ്റ് ആക്ട്രസ് ചിന്നു ചാന്ദിനി. ചിത്രം വിശേഷം. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മികച്ച ഗായകൻ വേടൻ. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം കിഷ്കിന്ധ കാണ്ഡം. മികച്ച തിരക്കഥ ആനന്ദ് മധുസൂദനൻ. ചിത്രം വിശേഷം. 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രം അപ്പുറം. ഡയറക്ടർ ഇന്ദു ലക്ഷ്മി. മികച്ച ചിത്രം വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അങ്കമ്മാൾ. മികച്ച നടൻ നവാസുദ്ദീൻ സിദ്ദിഖി. ചിത്രം I am not an actor. മികച്ച നടി ഷർമിള ടാഗോർ. ചിത്രം ദി ആൻഷ്യൻ. മികച്ച സംവിധായകൻ റിമാദാസ്. വില്ലേജ് റോക്ക്സ്റ്റാർ 2. മികച്ച നവാഗത സംവിധായകൻ ആരണ്യ സഹായ്. ചിത്രം ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ്. ICC പുരുഷ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ജസ്പ്രീത് ബുംറ. ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അമേലിയ കെയർ, ന്യൂസിലാൻഡ്. ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ജസ്പ്രീത് ബുംറ. ICC പുരുഷ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അസ്മത്തുള്ള ഒമർസായി, അഫ്ഗാനിസ്ഥാൻ. ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ സ്മൃതി മന്ദാന. ICC പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അർഷ്ദീപ് സിംഗ്. ICC വനിതാ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അമേലിയ കെയർ. എമർജിംഗ് പുരുഷ താരം കമിന്തു മെൻഡിസ്, ശ്രീലങ്ക. എമർജിംഗ് വനിതാ താരം അനേരി ഡക്സൺ, ദക്ഷിണാഫ്രിക്ക. അസോസിയേറ്റ് പുരുഷ താരം ഗെർഹാർഡ് ഇറാസ്മസ്, നമീബിയ. അസോസിയേറ്റ് വനിതാ താരം ഈഷ ഓസ, UAE. അമ്പയർ ഓഫ് ദി ഇയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത്, ഇംഗ്ലണ്ട്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിന്നേഴ്സ് ഇന്ത്യ, റണ്ണറപ്പ് ന്യൂസിലാൻഡ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് രജിൻ രവീന്ദ്ര, ന്യൂസിലാൻഡ്. 263 റൺസും 3 വിക്കറ്റും. ഫൈനലിലെ മികച്ച താരം മാൻ ഓഫ് ദി മാച്ച് ഫൈനൽ രോഹിത് ശർമ്മ, ഇന്ത്യ. 76 റൺസ്. ഗോൾഡൻ ബാറ്റ് രജിൻ രവീന്ദ്ര. ഗോൾഡൻ ബോൾ മാറ്റ് ഹെൻറി, ന്യൂസിലാൻഡ്. 10 വിക്കറ്റ്. ICC വനിതാ ഏകദിന ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഫൈനൽ മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 7 വിക്കറ്റിന് 298 റൺസ് എടുത്തു. 87 റൺസ് എടുത്ത ഷഫാലി വർമ്മയും 58 റൺസും 5 വിക്കറ്റും നേടിയ ദീപ്തി ശർമ്മയും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മ. ടൂർണമെന്റിൽ 22 വിക്കറ്റുകളും 215 റൺസും നേടി. പ്ലെയർ ഓഫ് ദി ഫൈനൽ ഷഫാലി വർമ്മ. 78 പന്തിൽ 87 റൺസ്. കൂടുതൽ റൺസ് നേടിയ താരം ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാർഡ്. 571 റൺസാണ്. കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ദീപ്തി ശർമ്മ. 22 വിക്കറ്റുകൾ. സംസ്കൃത പണ്ഡിതനായ മഹാമഹോപാധ്യായ സ്വാമി ഭദ്രേഷ് ദാസിന് 2024 സരസ്വതി സമ്മാൻ. അദ്ദേഹത്തിൻ്റെ സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന സംസ്കൃത ഗ്രന്ഥത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. 2025 ഉച്ചകോടികളും അവ നടന്ന സ്ഥലങ്ങളും. G7 ഉച്ചകോടി കാനഡ. 51ാമത്തെ G7 ഉച്ചകോടിയായിരുന്നു 2025 നടന്നത്. G20 ഉച്ചകോടി 20ാമത്തെ G20 ഉച്ചകോടിയാണ് 2025 നടന്നത്. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ബ്രിക്സ് ഉച്ചകോടി 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീവയിൽ വെച്ചിട്ടാണ് ചേർന്നത്. 2025 നാറ്റോ ഉച്ചകോടി നെതർലൻഡ്സിലെ ഹേഗിൽ. ഷാങ്ഹായ് സഹകരണ സംഘ ഉച്ചകോടി 25ാമത്തേത് ചൈനയിലെ ടിയാൻജിനിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് ഫ്രാൻസ്.
വേൾഡ് ഇക്കണോമിക് ഫോറം സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് 2025 മധ്യപ്രദേശിലെ ഭോപ്പാൽ. സെക്കൻഡ് വേൾഡ് സമ്മിറ്റ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ഖത്തറിലെ ദോഹയിൽ വെച്ച് നടന്നു. ഇൻവേഴ്സ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 കൊച്ചിയിൽ വെച്ച് നടന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു നടത്താൻ തീരുമാനിച്ചത്. IPL 2025 ഇന്ത്യയിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ വെച്ച് നടന്നു. ഏഷ്യ കപ്പ് 2025 വേദി UAE. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വേദി ഇംഗ്ലണ്ട്. വനിതാ ഏകദിന ലോകകപ്പ് വേദി ഇന്ത്യ. സൂപ്പർ ലീഗ് കേരള കൊച്ചി, കോഴിക്കോട്, മലപ്പുറം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ജർമ്മനിയിലെ മ്യൂണിക്. 38ാമത് നാഷണൽ ഗെയിംസ് 2025 ഉത്തരാഖണ്ഡ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രാജസ്ഥാനിലെ ജയ്പൂർ, ജോധ്പൂർ. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിലെ പുന്നമട കായലിൽ വെച്ച് 2025 ഓഗസ്റ്റ് 30 നടന്നു. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്നു. ഇനി വരാനിരിക്കുന്ന സമ്മിറ്റുകളെക്കുറിച്ചും അവയുടെ വേദിയുമാണ്. G20 ഉച്ചകോടി 2026 ദക്ഷിണാഫ്രിക്ക വേദിയാകും. COP31 കാലാവസ്ഥ ഉച്ചകോടി തുർക്കി വേദിയാവും. ഗ്ലോബൽ ബിഗ് കാറ്റ് സമ്മിറ്റ് ഇന്ത്യ. ബ്രിക്സ് ഉച്ചകോടി 2026 ഉസ്ബെക്കിസ്ഥാൻ. 2026 AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ വേദി ഇന്ത്യയാണ്. നാഷണൽ ടെക്സ്റ്റൈൽസ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് അസമിലെ ഗുവാഹത്തിയിലാണ് വേദി. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2026 കേരളത്തിലെ കൊച്ചിയാണ് വേദി. 60ാമത് DGP IGP കോൺഫറൻസ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് വേദി. വൈബ്രന്റ് ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസ് ജനുവരി 12 ഗുജറാത്തിൽ വെച്ച് നടക്കും. ഇനി ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ്. 2026 ഫിഫ ലോകകപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുക. അതിൽ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം ക്ലച്ച്, ഇതൊരു ഈഗിളാണ്. കാനഡയുടെ ഭാഗ്യചിഹ്നം മേപ്പിൾ മൂസ്. മെക്സിക്കോയുടെ ഭാഗ്യചിഹ്നം സായു ജാഗ്വർ. 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഫിന്നി എന്ന യൂണിക്കോൺ ആണ്. ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിലെ ഐച്ചി നഗോയിൽ വെച്ച് നടക്കുന്നു. 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഭാഗ്യചിഹ്നം ഹൊനോഹോൺ. ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന വിന്റർ ഒളിമ്പിക്സ് 2026 വേദി ടിനയും മിലോയും. ഇവ രണ്ടും കീരികളാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 വേദി ഉജ്ജ്വല എന്ന കുരുവി. നാഷണൽ ഗെയിംസ് 2025 ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നത്. ഭാഗ്യചിഹ്നം മൗലി എന്ന പക്ഷി, ഇതൊരു ഹിമാലയൻ പക്ഷിയാണ്. കേരള സ്കൂൾ കായികമേള 2024 തക്കുടു എന്ന അണ്ണാനായിരുന്നു ഭാഗ്യചിഹ്നം. 2025 ISRO മിഷൻസ്. NVS-02 ദൗത്യം ഇന്ത്യയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ 2ാം തലമുറ ഉപഗ്രഹമാണ് NVS-02. വിക്ഷേപണ വാഹനം GSLV F-15. വിക്ഷേപണ തീയതി 2025 ജനുവരി 29. EOS-09 ദൗത്യം വാഹനം PSLV C-61. ഭൗമ നിരീക്ഷണത്തിനായുള്ള ഉപഗ്രഹമാണ്. വിക്ഷേപണ തീയതി 2025 മെയ് 18. നിസാർ ദൗത്യം GSLV F-16. നാസയുമായി സഹകരിച്ചുള്ള ഭൗമനിരീക്ഷണ ദൗത്യം നിസാർ. ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇത് സഹായിക്കും. വിക്ഷേപണ തീയതി 2025 ജൂലൈ 30. CMS-03 ദൗത്യം LVM-3M5 ആശയവിനിമയ ഉപഗ്രഹ ദൗത്യമാണിത്. വിക്ഷേപണ തീയതി 2025 നവംബർ 2. LVM-3M6 ബ്ലൂബേർഡ് 3 ബ്ലോക്ക് 2 ദൗത്യം. US കമ്പനിയായ AST സ്പേസ് മൊബൈലിന് വേണ്ടിയുള്ള വാണിജ്യ വിക്ഷേപണ ദൗത്യമാണിത്. വിക്ഷേപണ വാഹനം LVM-3. തീയതി 2025 ഡിസംബർ 24. സ്പാഡെക്സ് ദൗത്യം ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഡോക്ക് ചെയ്യുന്നതിന് 2025 ജനുവരി 16 ISRO ഈ വിക്ഷേപണം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ വംശജയായ പ്രശസ്ത അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിതയായി മാറി. 2006 2012 നടത്തിയ പ്രധാന ദൗത്യങ്ങൾക്ക് പുറമെ 2024 ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കലിലും അവർ നേതൃത്വം നൽകി. 2024 ജൂൺ 8
ഔദ്യോഗികമായി ബഹിരാകാശ നിലയത്ത് എത്തിയെങ്കിലും സാങ്കേതിക തകരാറ് മൂലം 2025 മാർച്ച് 18-ന് 286 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം അവർ വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തി. സുനിത വില്യംസിന്റെ റെക്കോർഡുകൾ 9 ബഹിരാകാശ നടത്തങ്ങളിലായി മൊത്തം 62 മണിക്കൂർ 6 മിനിറ്റ് ചെലവഴിച്ചു. ഇത് ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ബഹിരാകാശത്ത് വെച്ച് മാരത്തോണും ട്രയാലത്തോണും പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി. മൊത്തം 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ല 2025 ജൂണിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിലൂടെയാണ് ചരിത്രം കുറിച്ച ബഹിരാകാശ സഞ്ചാരിയായി മാറിയത്. ഇസ്രയേലും നാസയും സംയുക്തമായി നടത്തിയ ആക്സിയം 4 ദൗത്യത്തിലെ പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല. 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി ഇദ്ദേഹം മാറി. 2025 ജൂൺ 25-ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് അദ്ദേഹം വിക്ഷേപിക്കപ്പെട്ടത്. ബഹിരാകാശ നിലയത്തിൽ 18 ദിവസം ചെലവഴിച്ച അദ്ദേഹം 2025 ജൂലൈ 15-ന് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ബഹിരാകാശത്ത് വെച്ച് ഉലുവ, ചെറുപയർ എന്നിവയുടെ വളർച്ച പഠിക്കുക, മൈക്രോഗ്രാവിറ്റിയിൽ പേശികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക തുടങ്ങിയ പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ് ശുഭാംശു ശുക്ല. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ 2025 ഓഗസ്റ്റ് 30-നാണ് നടന്നത്. 71ാമത്തെ നെഹ്റു ട്രോഫി ആയിരുന്നു. വിജയികൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. ഇതിന്റെ ഭാഗ്യചിഹ്നം മുതല. തുഴക്കാരന്റെ വേഷത്തിലുള്ള മുതലയായിരുന്നു. ഇതിന് ബോണി എന്നാണ് പേരിട്ടത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി 2025 സെപ്റ്റംബർ 9-ന് പമ്പാ നദിയിൽ വെച്ചിട്ടാണ് നടന്നത്. എ ബാച്ചിൽ മേലുകര പള്ളിയോടവും ബി ബാച്ചിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവുമാണ് വിജയിച്ചത്. ചെമ്പക്കുളം മൂലം വള്ളംകളി ചെറുതന ചുണ്ടൻ വിജയിച്ചു. യുഗ്മ കേരളപൂരം വള്ളംകളി UK ഔദ്യോഗിക ലോഗോ ഡിസൈൻ ചെയ്തത് ലിജോ ലാസറാണ്. 2025-ലെ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ. മോൻത. ഒക്ടോബർ അവസാന വാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ നരസാപുരത്തിൽ നിന്ന് സമീപം കരതൊട്ടു. ഇത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായി. മോൻത എന്ന പേര് നൽകിയത് തായ്ലൻഡ് ആണ്. ശക്തി. ഒക്ടോബർ ആദ്യവാരം അറബിക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റാണിത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളിൽ ഇതിന്റെ സ്വാധീനം അനുഭവപ്പെട്ടു. പേര് നൽകിയത് ശ്രീലങ്കയാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ്. നവംബർ അവസാന വാരം രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും പിന്നീട് തമിഴ്നാട്, ആന്ധ്രാ തീരങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതിന് പേര് നൽകിയത് യമനാണ്. സെന്യാർ. നവംബറിൽ രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതിന് പേര് നൽകിയത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. നാഷണൽ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. കാലയളവ് 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ. ജനുവരി 28-ന് ഡെറാഡൂണിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്. ഭാഗ്യചിഹ്നം മൗലി. ഉത്തരാഖണ്ഡിലെ സംസ്ഥാന പക്ഷിയായ ഹിമാലയൻ മോണാലിനെ ആസ്പദമാക്കിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആപ്തവാക്യം സങ്കൽപ് സേ ശിഖർ തക്. ദൃഢനിശ്ചയത്തിൽ നിന്ന് ഉന്നതിയിലേക്ക്. ആകെ 32 മത്സര ഇനങ്ങളാണ്. 4 പ്രദർശക കായിക ഇനങ്ങളും. കളരിപ്പയറ്റ്, യോഗാസന, മല്ലഖമ്പ്, റാഫ്റ്റിംഗ് എന്നിവയാണ് പ്രദർശന കായിക ഇനങ്ങൾ. സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡാണ് സ്വർണ്ണ മെഡലുകളുടെ എണ്ണത്തിൽ ഒന്നാമതെത്തിയത്. മെഡലുകളുടെ ആകെ എണ്ണത്തിൽ മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്തെത്തി. കേരളത്തിന്റെ പ്രകടനം. കേരളത്തിൽ നിന്ന് 371 കായിക താരങ്ങൾ പങ്കെടുത്തു. സജൻ പ്രകാശ് നീന്തൽ, ഹർഷിത ജയറാം തുടങ്ങിയവർ കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടി. അടുത്ത ലക്കം 39ാമത് ദേശീയ ഗെയിംസ് മേഘാലയയിൽ വെച്ചാണ് നടക്കുക. മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 14ാമതാണ്. 54 മെഡലുകളാണ് കേരളത്തിന് ലഭിച്ചത്. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. പുരുഷ വിഭാഗം ഫുട്ബോളിൽ കേരളത്തിന് സ്വർണമുണ്ട്. പുരുഷ വിഭാഗം വോളിബോൾ കേരളത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്.
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ പി.ടി. ഉഷ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. സജൻ പ്രകാശ് നീന്തൽ താരം, അമാനി ദിൽഷാദ് ജിംനാസ്റ്റിക്കിൽ വെങ്കല മെഡലും ഫ്ലോർ എക്സർസൈസിൽ 4ാം സ്ഥാനവും നേടി. ആൻസി സോജൻ എടപ്പള്ളി അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ പങ്കെടുത്തു. ഇനി നമുക്ക് റാങ്കിംഗ് നോക്കാം. സർവീസസ് 68 സ്വർണം, മഹാരാഷ്ട്ര 54 സ്വർണം, ഹരിയാന 48 സ്വർണം, മധ്യപ്രദേശ് 34 സ്വർണം, കർണാടക 34 സ്വർണം. ജ്യോതി യർരാജി അത്ലറ്റിക്സിൽ 100 മീറ്റർ ഹേർഡിൽസും 200 മീറ്ററിലും ഇരട്ട സ്വർണം നേടി. സാവാൻ ബാർവാൾ 10,000 മീറ്റർ ഓട്ടത്തിൽ പുതിയ മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടി. വിദ്യ രാംരാജ് 400 മീറ്റർ ഹേർഡിൽസ് തമിഴ്നാട്. അങ്കിത ധ്വാനി 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് 5000 മീറ്റർ ഉത്തരാഖണ്ഡ്. ദീനിധി ദേശിംഗു നീന്തൽ 9 സ്വർണ്ണ മെഡലുകൾ നേടി. പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസസ്. എക്വറിൻ 2025. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഈ സൈനിക അഭ്യാസത്തിന്റെ 14ാം പതിപ്പ് 2025 ഡിസംബർ 2 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സമുദ്ര സുരക്ഷയിലുമാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യൂത്ത് അഭ്യാസ് 2025. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ അഭ്യാസം 2025 സെപ്റ്റംബർ 1 മുതൽ 14 വരെ അലാസ്കയിൽ വെച്ച് നടന്നു. പർവ്വത പ്രദേശങ്ങളിലെ യുദ്ധ മുറകളിലാണ് ഇത് ഊന്നൽ നൽകിയത്. ഡെസ്ലിക് 2025. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള അഭ്യാസത്തിന്റെ 6ാം പതിപ്പ് 2025 ഏപ്രിലിൽ പൂനെയിൽ വെച്ച് നടന്നു. മിത്രശക്തി 2025. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 11ാം പതിപ്പ് 2025 നവംബർ 10 മുതൽ 23 വരെ ബെൽഗാവിൽ വെച്ച് നടന്നു. ഡെസേർട്ട് സൈക്ലോൺ 2. ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്ന് അബുദാബിയിൽ ഡിസംബർ 18 മുതൽ 30 വരെ നടന്ന അഭ്യാസമാണിത്. ഗരുഡ 25. ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് വ്യോമസേനയും തമ്മിലുള്ള 8ാം പതിപ്പ് 2025 നവംബർ 16 മുതൽ 27 വരെ ഫ്രാൻസിൽ വെച്ച് നടന്നു. വരുണ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസം 2025 മാർച്ചിൽ അറബിക്കടലിൽ വെച്ച് നടന്നു. മലബാർ 2025. ക്വാഡ് രാജ്യങ്ങളായ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർ പങ്കെടുത്ത നാവിക അഭ്യാസം 2025 ഒക്ടോബറിൽ ഗുമാവിൽ ആരംഭിച്ചു. ഡെസേർട്ട് ഹണ്ട് 2025. കര-നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസം ഫെബ്രുവരി 24 മുതൽ 28 വരെ ജോധ്പൂരിൽ വെച്ച് നടന്നു. ബ്രൈറ്റ് സ്റ്റാർ 2025. ഈജിപ്ത് ആതിഥേയത്വം വഹിച്ച ഈ ബഹുരാഷ്ട്ര അഭ്യാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 700-ലധികം സൈനികർ പങ്കെടുത്തു. തൃശൂർ 2025. ഗുജറാത്ത് തീരത്തും രാജസ്ഥാനിലുമായി ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ നടന്ന ഈ സംയുക്ത സമ്മേളനത്തിൽ 50,000-ലധികം സൈനികർ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി. നിലവിൽ മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത 35 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിന് അർഹത. അപേക്ഷകൾ 2025 ഡിസംബർ 22 മുതൽ K-സ്മാർട്ട് പോർട്ടൽ വഴി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. ജോലി ലഭിക്കുന്നതിനായി നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മുഖ്യമന്ത്രിയുടെ ഗവേഷക സ്കോളർഷിപ്പ്. ഗവേഷക വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 10,000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പുതിയ പദ്ധതി 2025 ബജറ്റിൽ പ്രഖ്യാപിച്ചു. സഹകരണ ഭവന പദ്ധതി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി ഇടത്തരം വരുമാനക്കാർക്കായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ലോക കേരള കേന്ദ്രം. പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി ടൂർ പാക്കേജുകൾ, താമസ സൗകര്യം, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി 5 കോടി രൂപ നീക്കിവെച്ച പദ്ധതി. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും 1,600 രൂപയിൽ നിന്ന് 2,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയായും നെല്ലിന്റെ സംഭരണ വില കിലോയ്ക്ക് 30 രൂപയായും വർദ്ധിപ്പിച്ചു. K-സ്മാർട്ട് വിപുലീകരണം. നഗരസഭകളിൽ നിലവിലുള്ള K-സ്മാർട്ട് ഡിജിറ്റൽ സേവനങ്ങൾ 2025 ഏപ്രിൽ മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നു.
PM വികസിത് ഭാരത് റോസ്ഗാർ യോജന തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 99,446 കോടി രൂപയുടെ പദ്ധതിയാണിത്. 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെ ഇൻസെന്റീവ് ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന രാജ്യത്തെ 100 പിന്നോക്ക ജില്ലകളിലെ 1.7 കോടി കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. കുറഞ്ഞ വിളവ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നൂതന കൃഷിരീതിയും വായ്പാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗിഗ് തൊഴിലാളികൾക്കുള്ള ക്ഷേമ പദ്ധതി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ഇനി മുതൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിനായി പ്രാദേശിക ഭാഷയിലുള്ള ഡിജിറ്റൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി. മൈക്രോ എന്റർപ്രൈസ് ക്രെഡിറ്റ് കാർഡ് ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറുകിട സംരംഭകർക്കായി 5 ലക്ഷം രൂപ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ അവതരിപ്പിക്കുന്നു. ആയുഷ്മാൻ ഭാരത് 70 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇവർക്ക് കുടുംബത്തിന്റെ ഇൻഷുറൻസിന് പുറമെ 5 ലക്ഷം രൂപയുടെ പ്രത്യേക പരിരക്ഷ ലഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്കും അനുബന്ധ മേഖലയിലുള്ളവർക്കും KCC വഴി ലഭിക്കുന്ന പലിശരഹിത വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തി. PM ആവാസ് യോജന കൂടുതൽ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് PM ആവാസ് യോജനയുടെ 2ാം ഘട്ടം ഊർജിതമാക്കി. കൂടാതെ പാതി വഴിയിൽ മുടങ്ങിയ ഭവന പദ്ധതികൾ പൂർത്തിയാക്കാൻ 15,000 കോടി രൂപ സ്വാമിക് ഫണ്ട് 2 രൂപീകരിച്ചു. PM മുദ്ര ലോൺ ബിസിനസ് ആവശ്യങ്ങൾക്കായി നൽകുന്ന മുദ്ര ലോണിന്റെ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തി. നൈപുണ്യ വികസനം രാജ്യത്തുടനീളം പുതിയ 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകൾ സ്ഥാപിക്കുന്നു. ഇനി ഇൻഡെക്സുകളും റാങ്കുകളുമാണ്. ഗ്ലോബൽ ഇക്കണോമി ഫസ്റ്റ് US ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. MSCI എമർജിംഗ് മാർക്കറ്റ്സ് ഇൻഡെക്സ് ഫസ്റ്റ് റാങ്ക് ഇന്ത്യക്കാണ്. ഗ്ലോബൽ റെമിറ്റൻസ് ഇൻഫ്ലോ ഫസ്റ്റ് റാങ്ക് ഇന്ത്യ. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യക്ക് 38ാം സ്ഥാനം. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് സിംഗപ്പൂർ ഇന്ത്യക്ക് 38ാം സ്ഥാനം. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഫസ്റ്റ് ഡെൻമാർക്ക് ഇന്ത്യക്ക് 96ാം സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA ഇന്ത്യക്ക് 4ാം സ്ഥാനം. വേൾഡ് എയർ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഏഷ്യ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഫസ്റ്റ് ബുർക്കിന ഫാസോ ഇന്ത്യക്ക് 14ാം സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഫസ്റ്റ് ഫിൻലാൻഡ് ഇന്ത്യക്ക് 118ാം റാങ്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ 130ാം റാങ്ക്. ജെൻഡർ ഇനീക്വാളിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് ഡെൻമാർക്ക് ഇന്ത്യക്ക് 108ാം സ്ഥാനം. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഫസ്റ്റ് നോർവ ഇന്ത്യ 151. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഫസ്റ്റ് ബെലറസ് ഇന്ത്യക്ക് 102ാം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഫസ്റ്റ് സിംഗപ്പൂർ ഇന്ത്യക്ക് 77ാം റാങ്ക്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് ടു തേർഡ് വാക്കൻ്റ് ആണ്. ഫോർത്ത് ഡെൻമാർക്ക് ഇന്ത്യക്ക് 10ാം സ്ഥാനം. ഗ്ലോബൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് ലാഹോർ പാകിസ്ഥാൻ ഇന്ത്യക്ക് സെക്കൻഡ് ഡൽഹി. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് എസ്റ്റോണിയ ഇന്ത്യക്ക് 176ാം പൊസിഷൻ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഇന്ത്യയിൽ ഫസ്റ്റ് IIT ബോംബെ ആണ്. IIT ബോംബെക്ക് 220ാം റാങ്കാണ് ടോട്ടൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFൽ ഫസ്റ്റ് IIT മദ്രാസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ P ധർമ്മജന്. രാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ 2025 ജൂൺ 26 പ്രഖ്യാപിച്ചു. നോവൽ GR ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതി. കവിത അനിത തമ്പി. കൃതി മുരിങ്ങവാഴ കറിവേപ്പ്. ചെറുകഥ V ഷിനിലാൽ. കൃതി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിൽ. കൃതി പിത്തളശലഭം. സാഹിത്യ വിമർശനം G ദിലീപൻ. കൃതി രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ.
വൈജ്ഞാനിക സാഹിത്യം ദീപക് പി. കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ജീവചരിത്രം അഥവാ ആത്മകഥ ഡോക്ടർ കെ. രാജശേഖരൻ നായർ കൃതി ഞാൻ എന്ന ഭാവം. യാത്രാവിവരണം കെ. ആർ. അജയൻ കൃതി ആരോഹണം ഹിമാലയം. വിവർത്തനം ചിഞ്ചു പ്രകാശ് കൃതി എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ബാലസാഹിത്യം ഇ. എൻ. ഷീജ കൃതി അമ്മ മണമുള്ള കനിവുകൾ. ഹാസ്യസാഹിത്യം നിരഞ്ജൻ കൃതി കേരളത്തിൻ്റെ മൈതാത്മകത. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് കെ. വി. രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പി. കെ. എൻ. പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, എം. എം. നാരായണൻ, ടി. കെ. ഗംഗാധരൻ, കെ. ഇ. എൻ. കുഞ്ഞഹമ്മദ്, മല്ലിക യൂനിസ്. 2025 പേര് മാറ്റിയ സ്ഥലങ്ങളാണിനി. ബാഗേപള്ളി, ഭാഗ്യനഗർ, ബാംഗ്ലൂരു റൂറൽ, ബാംഗ്ലൂരു നോർത്ത്. രാമനഗര, ബംഗളൂരു സൗത്ത്. കാർനാക് ബ്രിഡ്ജ്, സിന്ദൂർ ബ്രിഡ്ജ്. ഗയ, ഗയാജി. ഔറംഗസേപൂർ, ശിവജി നഗർ. നവാബി റോഡ്, അടൽ മാർഗ്, പിഞ്ചക്കി മാർഗ് ഗുരു, ഗോൾവാർക്കർ മാർഗ്. മിയാൻവാല, രാംജിവാല, പിർവാല കേസരി. അഹമ്മദ് നഗർ, കർണാവതി. ഹൈദരാബാദ്, ഭാഗ്യനഗരം. ഷിംല, ശ്യാമള. കേരളം. കേരള എന്നുള്ളത് ഇനി മുതൽ ഔദ്യോഗികമായിട്ട് രേഖകളിൽ കേരളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വി. എസ്. അച്യുതാനന്ദൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ഫാക്റ്റ് കൂടി നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ജനിച്ചത്. 2025 ജൂലൈ 21 തിരുവനന്തപുരത്ത് വെച്ചാണ് മരിച്ചത്. മരണസമയത്ത് 101 വയസ്സായിരുന്നു. 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 82-ാം വയസ്സിലാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. 1964 CPI പിളർന്ന് CPIM രൂപീകരിച്ചപ്പോൾ പാർട്ടി വിട്ടിറങ്ങിയ 32 നേതാക്കളിൽ ഒരാളായിരുന്നു വി. എസ്. അച്യുതാനന്ദൻ. 3 തവണ പ്രതിപക്ഷ നേതാവായി 1992 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 16 വരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം, അതായത് 15 വർഷക്കാലം ഈ പദവി വഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രധാന സമരങ്ങൾ പുന്നപ്ര വയലാർ സമരം, അഴിമതി, ഭൂമാഫിയ, സ്ത്രീ പീഡനം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ജനശ്രദ്ധ ആകർഷിച്ചവയാണ്. കേരള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായിരുന്നു. ഷാജി എൻ കരുൺ 2024 മലയാള സിനിമയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് ലഭിച്ചു. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ: മികച്ച സംവിധാനം പിറവി 1988, കുട്ടീസ് റാങ്ക് മികച്ച ഫീച്ചർ ഫിലിം 2009. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ: മികച്ച സംവിധായകൻ സ്വം 1994, വാനപ്രസ്ഥം 1999. ഛായാഗ്രഹൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത്: തമ്പ്, കാഞ്ചനസീത, എസ്തപ്പാൻ, ഒരിടത്ത്. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ: കാൻ ഫിലിം ഫെസ്റ്റിവൽ, പിറവി, സ്വം, വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾക്ക് ഔദ്യോഗിക മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. സ്വം, പാം ഡിയോർ നാമനിർദ്ദേശം നേടി. ഫ്രഞ്ച് ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതിയും പത്മശ്രീയും നേടിയിട്ടുണ്ട്. മറ്റ് നേട്ടങ്ങൾ: കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ആകാശ നിരീക്ഷണം നടത്തുന്നതിനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൂരദർശിനി സ്പിയോ എക്സ്. ആകാശ നിരീക്ഷണം നടത്തുന്നതിനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൂരദർശിനി സ്പിയോ എക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഗ്രീൻ വാട്ടർ 01. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഗ്രീൻ വാട്ടർ 01. കാഴ്ചശക്തി സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോൺട്രാക്ട് ലെൻസ് വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്ക. രാത്രി കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോൺടാക്ട് ലെൻസ് വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്ക.
ഗിലിയാനോ ഡ എംപോളിയുടെ നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥ പറയുന്ന ഫ്രഞ്ച് സിനിമ ദി വിസാർഡ് ഓഫ് ക്രെംലിൻ. ഏഷ്യയുടെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന മഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയായി എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചത് സഫീന ഹുസൈൻ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലുകൾക്ക് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവർ മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സാഗുച്ചി. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് KJ യേശുദാസിന്. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് KJ യേശുദാസിന്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ഇന്ദു ലക്ഷ്മി. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ഇന്ദു ലക്ഷ്മി. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ജയശ്രീ വെങ്കടേശ്വരൻ. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ജയശ്രീ വെങ്കടേശ്വരൻ. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഫിഫ. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഫിഫ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പോർച്ചുഗൽ സന്ദർശിക്കുന്ന വേളയിൽ ലിസ്ബൺ മേയർ ഏത് ബഹുമതി നൽകിയാണ് ആദരിച്ചത്? സിറ്റി കീ ഓഫ് ഓണർ. സിറ്റി കീ ഓഫ് ഓണർ നൽകുന്നത് ലിസ്ബൺ മേയറാണ്. അത് ലഭിച്ചത് ദ്രൗപദി മുർമുവിനാണ്. 2025 ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകസുന്ദരി മത്സരത്തിന്റെ ആദ്യത്തെ ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ ഇന്ത്യക്കാരി സുധാ റെഡ്ഡി. ലോകസുന്ദരി മത്സരത്തിന്റെ ആദ്യത്തെ ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ ഇന്ത്യക്കാരി സുധാ റെഡ്ഡി. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാഹിത്യത്തിനുള്ള പെൻ പ്രിന്റർ പ്രൈസിന് അർഹയായ സുഡാനിസ് എഴുത്തുകാരി ലൈല അബുലേല. സാഹിത്യത്തിനുള്ള പെൻ പ്രിന്റർ പ്രൈസിന് അർഹയായ സുഡാനിസ് എഴുത്തുകാരി ലൈല അബുലേല. ബുക്ക് പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി കിരൺ ദേശായി. കൃതി ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി കിരൺ ദേശായി. സംവിധാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി പായൽ കപാഡിയ. ചിത്രം ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. സംവിധാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി പായൽ കപാഡിയ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത് തന്തപ്പേര്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയത് തന്തപ്പേര്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക്
BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2025 ലഭിച്ച ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ. മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയ അർജന്റീനിയൻ ചിത്രം ബിഫോർ ദി ബോഡിയുടെ സംവിധായകർ കരീന പിയാസ്, ലൂസിയ ബ്രാസൈലിസ്. മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയ അർജന്റീനിയൻ ചിത്രം ബിഫോർ ദി ബോഡിയുടെ സംവിധായകർ കരീന പിയാസ്, ലൂസിയ ബ്രാസൈലിസ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നെറ്റ്പാക് പുരസ്കാരം പങ്കിട്ട മലയാള ചിത്രങ്ങൾ തന്തപ്പേര്, ഗിഡ്കി ഗാവ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നെറ്റ്പാക് പുരസ്കാരത്തിന് അർഹമായ ചിത്രങ്ങൾ തന്തപ്പേര്, ഗിഡ്കി ഗാവ്. സ്വാതി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ. ശ്രീ പത്മനാഭ സേവാ സമിതി നൽകുന്ന പ്രഥമ പത്മകീർത്തി പുരസ്കാരം നേടിയത് ഡോക്ടർ നാരായൺ. പ്രഥമ പത്മകീർത്തി പുരസ്കാരം നേടിയത് ഡോക്ടർ നാരായണൻ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. അക്ഷരമുദ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. മുൻ പ്രധാനമന്ത്രി VP നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ദല ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ച സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസും മുൻ കേരള ഗവർണറുമായ വ്യക്തി ജസ്റ്റിസ് P സദാശിവം. കേരള ഹിസ്റ്ററി കോൺഫറൻസ് ഏർപ്പെടുത്തിയ പ്രഥമ MGS പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ K ഗോപാലൻകുട്ടി. MGS പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ K ഗോപാലൻകുട്ടി. ഇന്ത്യയിലെ പരമോന്നത ശാസ്ത്ര അവാർഡായ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. വാഴത്തണ്ടിൽ നിന്ന് പ്ലാന്റ് ബേസ്ഡ് ലെതർ ബദൽ കണ്ടെത്തുന്നതിന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ജിനാലി മോദി. യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്നത് UNEP ആണ്. 2025 ഈ പുരസ്കാരത്തിന് അർഹയായത് ജിനാലി മോദി. വാഴത്തണ്ടിൽ നിന്ന് പ്ലാന്റ് ബേസ്ഡ് ലെതർ ബദൽ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇസ്രയേലിന്റെ പരമോന്നത ബഹുമതിയായ ഇസ്രയേൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഇസ്രയേലുകാരനല്ലാത്ത വ്യക്തി ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലിന്റെ പരമോന്നത ബഹുമതിയായ ഇസ്രയേൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഇസ്രയേലുകാരനല്ലാത്ത വ്യക്തി ഡൊണാൾഡ് ട്രംപ്. ആദ്യത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന്റെ ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്ത് ഗാന്ധിനഗർ. ആദ്യത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്ത്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഒളിമ്പ്യൻ ബഹദൂർ സിംഗ് സാഗു. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഒളിമ്പ്യൻ ബഹദൂർ സിംഗ് സാഗു. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിന്റൺ താരം S മുരളീധരൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിന്റൺ താരം S മുരളീധരൻ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകൾ നേടി. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 6 സ്വർണമടക്കം 22 മെഡലുകൾ നേടി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാക്ക്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാക്ക്. ഇന്ത്യയുടെ 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് എറോൾ ഡിക്രൂസും K അറുമുഖവും ചേർന്ന് എഴുതിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന്റെ വേദി റിയാദ്. വെനസ്വേലയുടെ പ്രസിഡന്റായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡൂറോ.
ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത ബ്ലെസ് മിട്രവലി. ലോകത്തെ ആദ്യ AI മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. അഴിമതി തുടച്ചു നീക്കുന്നതിനായി അൽബേനിയയിൽ നിയമിച്ച AI മന്ത്രിയുടെ പേര് ഡിയേല. വെനസ്വേലയുടെ പ്രസിഡന്റായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡൂറോ. ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത ബ്ലെസ് മിട്രവലി. ലോകത്തെ ആദ്യ AI മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. അഴിമതി തുടച്ചു നീക്കാനായി അൽബേനിയ നിയമിച്ച AI മന്ത്രിയുടെ പേര് ഡിയേല. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നഗരമാകാൻ ഒരുങ്ങുന്ന നഗരം അബുദാബി. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നഗരമാകാൻ ഒരുങ്ങുന്ന നഗരം അബുദാബി. 2025 മൗണ്ട് ഇബു എന്ന സജീവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൺ. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൺ. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി നവാഫ് സലാം. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി നവാഫ് സലാം. 2025 ബ്രിക്സ് കൂട്ടായ്മയിൽ പൂർണ്ണാംഗത്വം ലഭിച്ച രാജ്യം ഇന്തോനേഷ്യ. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൺ, പ്രധാനമന്ത്രി നവാബ് സലാം. 2025 ബ്രിക്സ് കൂട്ടായ്മയിൽ പൂർണ്ണ അംഗത്വം ലഭിച്ചത് ഇന്തോനേഷ്യ. ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയൻ. ചൈനയിൽ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും ഉയരമുള്ള പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയൻ. 2025-നും 2039-നും ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലമുറ അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ. 2025-നും 2039-നും ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലമുറ ഓപ്പറേഷൻ ജനറേഷൻ ബീറ്റ. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗാലിദ് എൽ എനാനി. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗാലിദ് എൽ എനാനി. 2027 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധശേഷിയുമുള്ളതുമായ ടൂറിസം വർഷം, അന്താരാഷ്ട്ര നിയമസാക്ഷരതാ വർഷം. 2027 യുനെസ്കോ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധശേഷിയുമുള്ളതുമായ ടൂറിസം വർഷം, അന്താരാഷ്ട്ര നിയമസാക്ഷരതാ വർഷം. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്? ഇറാഖ്. ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്? ഇറാഖ്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഗൾഫ് ഓഫ് അമേരിക്ക. ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഗൾഫ് ഓഫ് അമേരിക്ക. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. ചന്ദ്രനിൽ ലാൻഡിംഗിൽ സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറായ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ഏത് അമേരിക്കൻ കമ്പനിയുടേതാണ്? എയർഫ്ലൈ എയ്റോസ്പേസ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യം പഞ്ച്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം മിയാസാക്കി മാമ്പഴം. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ഡ്രാഗൺ ഫ്ലൈ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ഡ്രാഗൺ ഫ്ലൈ. യൂറോപ്യൻ ട്രീ ഓഫ് ദി ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ട പോളണ്ടിലെ 300 വർഷം പഴക്കമുള്ള മരം ഹാർട്ട് ഓഫ് ദി ഡാൽക്കോവ്സ്കി ഹിൽസ് എന്ന ബീച്ച് മരം. 2026 31ാമത് UN കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാകുന്ന രാജ്യം തുർക്കി. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി കമ്പനിയായ XAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3. 2025 ഭൗമദിനത്തിന്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി 274. പൂർണ്ണമായും
നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തെ ആദ്യത്തെ ദിനപത്രം ഇൽ ഫ്ലോഗിയോ, ഇറ്റാലിയൻ ദിനപത്രം. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ. ലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആഫ്രിക്കൻ വനിത ഷെർലി ബോച്ച്വേ. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി സ്റ്റാർലിങ്ക്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തെ ആദ്യ ദിനപത്രം ഇൽ ഫ്ലോഗിയോ, ഇറ്റാലിയൻ ദിനപത്രം. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തെ ആദ്യ രാജ്യം ജോർദാൻ. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് കാസോ, ഡെൻമാർക്ക്. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് കാസോ, ഡെൻമാർക്ക്. വൻ മഞ്ഞുമല വീണ് തകർന്നടിഞ്ഞ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരകളിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമം ബ്ലാറ്റസ് ഗ്രാമം, സ്വിറ്റ്സർലാൻഡ്. വൻ മഞ്ഞുമല വീണ് തകർന്നടിഞ്ഞ് ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമം ബ്ലാറ്റസ് ഗ്രാമം, സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടന്റെ കൈവശമായിരുന്ന പാഗോസ് ദ്വീപുകളുടെ അധികാരം ലഭിച്ച രാജ്യം മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടന്റെ കൈവശമായിരുന്ന പാഗോസ് ദ്വീപുകളുടെ അധികാരം ലഭിച്ച രാജ്യം മൗറീഷ്യസ്. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ജപ്പാൻ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ജപ്പാൻ. ദേശീയ ക്രിപ്റ്റോ കറൻസി ടൂറിസം പേയ്മെന്റ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഭൂട്ടാൻ. ദേശീയ ക്രിപ്റ്റോ കറൻസി ടൂറിസം പേയ്മെന്റ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഭൂട്ടാൻ. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അത്യപൂർവമായ പുതിയ രക്തഗ്രൂപ്പ് ഗ്വാഡ നെഗറ്റീവ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അത്യപൂർവമായ പുതിയ രക്തഗ്രൂപ്പ് ഗ്വാഡ നെഗറ്റീവ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2025 ഉച്ചകോടിയുടെ വേദി ടിയാൻജിൻ, ചൈന. 2026 കിർഗിസ്ഥാൻ, 2027 പാകിസ്ഥാൻ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഓസ്ട്രേലിയ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം നേപ്പാൾ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജൻസി വിപ്ലവം നടന്ന രാജ്യം നേപ്പാൾ. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 115. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡമോറിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനായ പെംബ്രോറി വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ രാജ്യം വിയറ്റ്നാം. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിച്ച ബഹിരാകാശ ദൗത്യം വിനൂറ-D. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിച്ച ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് വിനൂറ-D. ജപ്പാനിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയ ആദ്യത്തെ വനിത സനെ തകായിച്ചി. ജപ്പാനിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ വനിത സനെ തകായിച്ചി. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം കൊളംബിയ. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം കൊളംബിയ. ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. ഡെങ്കിപ്പനിക്കെതിരായ ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ ഡോസ് വാക്സിൻ അംഗീകാരം നൽകിയ രാജ്യം ബ്രസീൽ. ഡെങ്കിപ്പനിക്കെതിരായ ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീൽ. ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും അവസാനമുള്ളത് സൊമാലിയ. ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും അവസാനമുള്ള രാജ്യം സൊമാലിയ. ഇന്ത്യയുടെ റാങ്ക് 102.
ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ പട്ടികയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 95. പട്ടിണി സൂചികയിൽ ഏറ്റവും അവസാനം സൊമാലിയ. ഇന്ത്യയുടെ റാങ്ക് 102. അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 95. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഗ്ലാസ് മ്യൂസിയം നിലവിൽ വന്നത് ഫിറോസാബാദ്, ഉത്തർപ്രദേശ്. 2025 അഴിമതി ധാരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഗ്ലാസ് മ്യൂസിയം ഫിറോസാബാദ്, ഉത്തർപ്രദേശ്. 2025 അഴിമതി ധാരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91. ഇന്ത്യക്ക് ആദ്യമായി ബാഫ്റ്റ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ബൂം. ഇന്ത്യക്ക് ആദ്യമായി ബാഫ്റ്റ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ബൂം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗര ഊർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം ആരംഭിച്ചത് ജിന്ദ്, ഹരിയാന. ഇന്ത്യയിലുടനീളം ഉള്ള 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഗാർഡാസിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ വെമഗൽ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തി ടി.കെ. ഉമ്മൻ. ഇന്ത്യയിലുടനീളമുള്ള 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഗാർഡസിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ വെമഗൽ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തി ടി.കെ. ഉമ്മൻ. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായി 2026 തിരഞ്ഞെടുത്ത പ്രമുഖ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായിട്ട് 2026 തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. കേരള സംസ്ഥാന റവന്യൂ സർവേ അവാർഡ് പ്രഖ്യാപന പ്രകാരം മികച്ച ജില്ലാ കലക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ പാണ്ഡ്യൻ, തൃശൂർ. കേരള സംസ്ഥാന റവന്യൂ സർവേ അവാർഡ് പ്രകാരം മികച്ച ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2026 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് വൈക്കം രാമചന്ദ്രൻ. ജ്ഞാനപ്പാന പുരസ്കാരം വൈക്കം രാമചന്ദ്രൻ. റിസർവ് ബാങ്കിന്റെ രണ്ടാമത്തെ സുരക്ഷിത ഡാറ്റാ സെന്റർ സ്ഥാപിച്ചത് ഒഡീഷയിൽ. റിസർവ് ബാങ്കിന്റെ രണ്ടാമത്തെ സുരക്ഷിത ഡാറ്റാ സെന്റർ ഒഡീഷ. സി രാജഗോപാലാചാരിയുടെ പ്രതിമ സ്ഥാപിതമാക്കുന്നത് രാഷ്ട്രപതി ഭവൻ. ശ്രീ രാജഗോപാലാചാരിയുടെ പ്രതിമ സ്ഥാപിതമാക്കുന്നത് രാഷ്ട്രപതി ഭവൻ. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഫെബ്രുവരി 19. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഫെബ്രുവരി 19. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഫെബ്രുവരി 21. നിള ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി. നിള ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനം 2026 വേദി ന്യൂഡൽഹി. നിള ഹെറിറ്റേജ് മ്യൂസിയം പൊന്നാനി. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഫെബ്രുവരി 21. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനം 2026 വേദി ന്യൂഡൽഹി. കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരള എന്ന് മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കിയത് 2024 ജൂൺ 24. 2026 ഫെബ്രുവരിയിൽ ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് സെനറ്റ് മെഡലിന് അർഹനായത് നരേന്ദ്രമോദി. വിൽപ്പനയ്ക്കെത്തുന്ന മുട്ടയുടെ മേൽ കോഴി ആ മുട്ടയിട്ട തീയതിയും മുട്ടയുടെ എക്സ്പയറി തീയതിയും രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമം പാസാക്കിയത് ഉത്തർപ്രദേശ്. കേരള മാറ്റി കേരളം എന്ന് കേരളത്തിന്റെ ഔദ്യോഗിക പേര് മാറ്റിയത് 2024 ജൂൺ 24. ഇസ്രയേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് നെസറ്റ് മെഡലിന് അർഹനായത് നരേന്ദ്രമോദി. വിൽപ്പനയ്ക്കെത്തുന്ന മുട്ടയുടെ മേൽ കോഴി ആ മുട്ടയിട്ട തീയതിയും മുട്ടയുടെ എക്സ്പയറി ഡേറ്റും രേഖപ്പെടുത്തണം എന്ന നിയമം പാസാക്കിയത് ഉത്തർപ്രദേശ്. കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക്
കരുതൽ ഒരുക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി കാവൽ. രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി നിർഭയ നിശ പദ്ധതി. രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി നിർഭയ നിശ പദ്ധതി. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും സ്ഥിരതയുള്ള വരുമാനം ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭമായ 100 ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് കേരള പദ്ധതിയുടെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് കാക്കനാട്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും സ്ഥിരമായുള്ള വരുമാനം ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭമായ 100 ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് കേരള പദ്ധതിയുടെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് കാക്കനാട്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസ് പദ്ധതി പൊൽ ബ്ലഡ്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസ് പദ്ധതി പൊൽ ബ്ലഡ്. സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാരുടെ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി അങ്കണം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളം പാലം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലം. 2027 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി സ്വിറ്റ്സർലാൻഡ്. 2027 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി സ്വിറ്റ്സർലാൻഡ്. ഭീകരവാദത്തെ നേരിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതി പ്രഹാർ. ഭീകരവാദത്തെ നേരിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതി പ്രഹാർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദിയാകുന്നത് വിശാഖപട്ടണം. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 3. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സുരക്ഷിതമാക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന ATM രൂപത്തിലുള്ള പുതിയ സംവിധാനം ഡിജിറ്റൽ റവന്യൂ കാർഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദിയാകുന്നത് വിശാഖപട്ടണം. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഇന്ത്യയിലെ ആദ്യത്തെ പശു മ്യൂസിയം നിലവിൽ വരുന്നത് മധുര, ഉത്തർപ്രദേശ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗർ. കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ദൃഷ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ പശു മ്യൂസിയം നിലവിൽ വരുന്നത് മധുര, ഉത്തർപ്രദേശ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗർ. കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ ചിലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ദൃഷ്ടി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഉദയ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് രാകേഷ് അഗർവാൾ. ആരാണ് മെറ്റ പ്ലാറ്റ്ഫോമിന്റെ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായത്? ദിന പവൽ. മൈക്രോമിക്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നം ഉദയ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് രാകേഷ് അഗർവാൾ. ആരാണ് മെറ്റ പ്ലാറ്റ്ഫോമിന്റെ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായത്? ദിന പവൽ. മൈക്രോമിക്. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങൾ പട്ന പക്ഷി സങ്കേതം, ചാരി ദൻഡ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ നടൻ മോഹൻലാൽ. വാണിജ്യ അടിസ്ഥാനത്തിൽ ബയോബിറ്റുമിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങൾ പട്ന പക്ഷി സങ്കേതവും ചാരി ദൻഡും. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതനായത് മോഹൻലാൽ. വാണിജ്യ അടിസ്ഥാനത്തിൽ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിക്കുന്നത് കാക്കിനഡ. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിക്കുന്നത് കാക്കിനഡ. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിക്കുന്നത് കൊട്ടാരക്കര. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരോന്നതി.
ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ചൈന. പ്രാരംഭഘട്ട ക്യാൻസർ പ്രതിരോധിക്കാനായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. രാജ്യത്തെ വനിതാ ശിശുവികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്താനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ പൻഗുഡി. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56-ാം പതിപ്പ് നടന്നത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച്. രാജ്യത്തെ വനിതാ ശിശുവികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ പൻഗുഡി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56-ാം പതിപ്പ് നടന്നത് സ്വിറ്റ്സർലാൻഡ്. ബാരാമതി വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന് 2026 വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. 2026 ജനുവരിയിൽ അന്തരിച്ച IS ബിന്ദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ബാരാമതി വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന് 2026 വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. 2026 ജനുവരിയിൽ അന്തരിച്ച IS ബിന്ദ്ര ഏത് മേഖല? ക്രിക്കറ്റ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി 1. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കേര. ദി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട്. 2026 ബജറ്റ് പ്രസംഗത്തിൽ നാരി ശക്തിയെ പ്രതിനിധീകരിച്ച് നിർമ്മല സീതാരാമൻ ധരിച്ച സാരി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കാഞ്ചീപുരം സാരി. 2026 ലോക തണ്ണീർത്തട പ്രമേയം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. 2026 ലോക തണ്ണീർത്തട പ്രമേയം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. പ്രഥമ അന്താരാഷ്ട്ര ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിന്റെ വേദി ദുബായ്. പ്രഥമ അന്താരാഷ്ട്ര ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിന്റെ വേദി ദുബായ്. തായ്ലൻഡ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ദേവിക സിഹാഗ്. തായ്ലൻഡ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ദേവിക സിഹാഗ്. ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും ഗ്രാമ വ്യവസായങ്ങൾക്കും സഹായം നൽകുന്നതിനായി 2026 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സംരംഭം. അർബുദം, പ്രമേഹരോഗം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 2026 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ശക്തി. അർബുദം, പ്രമേഹരോഗം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കാൻ 2026 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശക്തി. കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം ഭാരത് വിസ്താർ. കാർഷിക വിഭവ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം ഭാരത് വിസ്താർ. ഭിന്നശേഷിക്കാർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കുന്ന പരിശീലന പദ്ധതി ദിവ്യാംഗ് കൗശൽ യോജന. ഭിന്നശേഷിക്കാർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കുന്ന പരിശീലന പരിപാടി ദിവ്യാംഗ് കൗശൽ യോജന. കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഖേലോ ഇന്ത്യ മിഷൻ. കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഖേലോ ഇന്ത്യ മിഷൻ. 2026-27 കേന്ദ്ര ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായ അപൂർവ ധാതു ഇടനാഴി പദ്ധതിയിൽ കേരളത്തോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട്. കേരളം, ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട്. SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് 10 മാർക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചണ്ഡ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചണ്ഡ്. വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയാകുന്നത് പൊക്രാൻ, രാജസ്ഥാൻ. വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയാകുന്നത് പൊക്രാൻ, രാജസ്ഥാൻ. പ്രഥമ ഏഷ്യൻ ബദിര 2020 ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ.
2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്ത് ട്രയോണ്ട. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ബംഗളൂരു. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഗാസിയാബാദ്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളന വേദിയാകുന്നത് ബംഗളൂരു. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പിലാക്കുന്ന പോർട്ടൽ ഇ-പ്രിസൺ പോർട്ടൽ. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8-ന്. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പിലാക്കുന്ന പോർട്ടൽ ഇ-പ്രിസൺ പോർട്ടൽ. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയുന്നതിനായി വികസിപ്പിച്ച AI സാങ്കേതികവിദ്യ ഡോംസ്. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയുന്നതിന് വികസിപ്പിച്ചെടുത്ത AI സാങ്കേതികവിദ്യ ഡോംസ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ KM സലീം. കേരളത്തിലെ ആദ്യത്തെ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ KM സലീം. കേരള സർക്കാർ നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ VP ജോയ്. 2026 നടന്ന 2020 ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. ന്യൂസിലാൻഡിനെതിരെ 96 റൺസിനാണ് വിജയം നേടിയത്. ഫൈനലിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യ 3ാം തവണയാണ് നേടുന്നത്. 2007, 2024, 2026. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജു സാംസൺ. പ്ലെയർ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറ. അർദ്ധ സെഞ്ചുറി നേടിയത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ. സ്വന്തം നാട്ടിൽ 2020 ലോകകപ്പ് ഏറ്റുവാങ്ങിയ ആദ്യ ടീമാണ് ഇന്ത്യ. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ UPI ആപ്പ് ആരംഭിക്കുവാൻ ഒരുങ്ങുന്ന രാജ്യം മലേഷ്യ. നിപ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ജപ്പാൻ. 2031 കേരള പിറവിയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി കേരള സർക്കാർ തിരുവനന്തപുരത്ത് നടത്തുന്ന രാജ്യാന്തര സമ്മേളനം വിഷൻ 2031. സംസ്ഥാന സൂക്ഷ്മജീവിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ പക്ഷിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ചബഹാർ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയദൈർഘ്യം 3 മിനിറ്റ് 10 സെക്കൻഡ്. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ചബഹാർ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് 10 സെക്കൻഡ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. തൊഴിലിടങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ തൊഴിൽ സുരക്ഷാ ആപ്പ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർമാർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം. രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നിലവിൽ വരുന്നത് കോഴിക്കോട് ചേവായൂരിൽ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ 8 സ്മാരക സ്റ്റാമ്പ് പരമ്പരകളിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം പാവകളി. കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് മട്ടന്നൂർ. 2026 ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റിപ്പോ നിരക്ക് 5.25%. യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നശാ മുക്ത് ഭാരത് അഭിയാൻ. പരീക്ഷാകാലത്തെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദവും പഠനഭാരവും കുറയ്ക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ചിരി ഹോപ്പ്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫൗണ്ടേഷനും നബാർഡും ചേർന്ന് തയ്യാറാക്കിയ ഭിന്നശേഷിക്കാർക്കായി പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ പാഠപദ്ധതി ലീപ് എഹെഡ്. പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വായ്പ നൽകുന്ന പദ്ധതി ന്യൂ സ്വർണിമ പദ്ധതി. പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് സംരംഭങ്ങൾക്കായി പ്രതിവർഷം 5% പലിശയിൽ 2 ലക്ഷം രൂപ ന്യൂ സ്വർണിമ പദ്ധതി. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിനും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള മുഖ്യമന്ത്രിയുടെ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി. 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ മികച്ച ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിംഗ് വിഭാഗത്തിൽ ആർക്കാണ് പുരസ്കാരം നേടിയത്? ദലൈലാമ. സ്റ്റീവൻ സ്പിൽബർഗ് നിർമ്മിച്ച ഏത് ഡോക്യുമെന്ററിക്കാണ് 68ാമത് ഗ്രാമി പുരസ്കാരം ലഭിച്ചത്? മ്യൂസിക് ബൈ ജോൺ വില്യംസ്. ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഡെബി തിരാർ മാസ് ഫോട്ടോസ്. റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ലൂതർ. സോങ് ഓഫ് ദി ഇയർ ലഭിച്ചത് ഏത് ഗാനത്തിനാണ്? വൈൽഡ് ഫ്ലവർ. മികച്ച സോളോ പെർഫോമൻസ് ലോല യങ്. മികച്ച ന്യൂ ആർട്ടിസ്റ്റ് ഒലീവിയ ഡീൻ. മികച്ച റാപ്പ് ആൽബം GNX. മികച്ച വോക്കൽ ആൽബം മെഹാം. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് സസ്യങ്ങൾ ഏവ? ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലൻഡ്. AI ഏജന്റുമാരുടെ സാമൂഹിക മാധ്യമമാണ് ഏത്? മോൾട്ട് ബുക്ക്. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ പുതിയ വാൽനക്ഷത്രം ഏതാണ്? C 2026 A1. മണ്ണിലെ പോഷകഗുണങ്ങൾ കണ്ടെത്താൻ ഗവേഷകർ വികസിപ്പിച്ച ഉപഗ്രഹം ന്യൂട്രി. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ 104. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ലഭിച്ചത് സർവീസ്. യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് പരാതികൾ സ്വീകരിക്കാനായി ദേശീയപാത അതോറിറ്റി സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് രാജ് മാർഗ് യാത്ര. യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാനായി ദേശീയപാത അതോറിറ്റി സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് രാജ് മാർഗ് യാത്ര. അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ഇന്ത്യ. 2026 ഫെബ്രുവരിയിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഖേംചന്ദ് സിംഗ്. 2026 ഫെബ്രുവരിയിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഖേംചന്ദ് സിംഗ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങളുടെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് 2026 ഫെബ്രുവരിയിൽ ദൗത്യങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ കേരളത്തിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ഈല. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറഗാവോ. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. എഴുകോൽ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാൻ. 2027
ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ജപ്പാൻ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിൽ തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് FC. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിൽ തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് FC. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കൊച്ചി. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കൊച്ചി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. തയ്യാറാക്കിയത് S. അനുപമ. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നം വെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലയ്ക്ക്. PSG കളിക്കാരനാണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലയ്ക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബോർഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. MS ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ബാങ്ക് SBI. MS ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ബാങ്ക് SBI. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ, ഇറ്റലി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം മാഡിസൺ കീസ്, അമേരിക്ക. ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ, മാഡിസൺ കീസ്. വിംബിൾഡൺ പുരുഷ വിഭാഗം ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡൺ നേടിയതും ജാനിക് സിന്നറാണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൌഫ്. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ്. 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബേബി ജോർജ്. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുശ്വാഹ. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുശ്വാഹ. 64ാമത് സുബ്രതോ കപ്പ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്കൂൾ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ പ്രഥമ സീസൺ വിജയി കോഴിക്കോട് കിങ്സ്ലേയേഴ്സ്. കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ പ്രഥമ സീസണിൽ വിജയികൾ കോഴിക്കോട് കിങ്സ്ലേയേഴ്സ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി 2025 ആരെയാണ് പ്രഖ്യാപിച്ചത്? മേജർ സിയാവുർ റഹ്മാൻ. ബംഗ്ലാദേശിൽ നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ 2025 ചൈനയെ മറികടന്ന് ഒന്നാമതെത്തി. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ
ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്ക്. 2025 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2026 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര റേഞ്ച്ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര വളണ്ടിയർ വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഡീപ്സീക്ക്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തി സാം നുജോമ. ബഹിരാകാശത്ത് ആകെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത പെഗ്ഗി വിറ്റ്സൺ. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരിക്കുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ ആരാണ്? രൺവീർ സച്ദേവ. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ രൺവീർ സച്ദേവ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2026 ഫെബ്രുവരിയിൽ ഇൻഡിവുഡ് ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സംവിധായകനുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന 2595 കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതി കേര നടപ്പിലാക്കുന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെയാണ്. വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനം ഗജാസ്ത്രം വികസിപ്പിച്ചത് ഡോക്ടർ PB ഗിരിദാസ്. 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കുവാനുള്ളതാണ് ഗജാസ്ത്രം സംവിധാനം. ലോറൻസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം 2020 സച്ചിൻ ടെണ്ടുൽക്കർ നേടി. കംബാക്ക് ഓഫ് ദി ഇയർ പട്ടികയിൽ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഇടം നേടി. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പട്ടികയിൽ ജാവലിൻ താരം നീരജ് ചോപ്ര ഇടം പിടിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കുവാനുള്ള ഷിൽ ഹ്രസ്വദൂര മിസൈലാണ്. ലോക നേതാക്കളിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നേതാവ് നരേന്ദ്രമോദി. മോദിയുടെ യൂട്യൂബ് ചാനലിന് 3 കോടി വരിക്കാറായി. 2ാം സ്ഥാനത്ത് ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസോനാരോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിന് ലഭിക്കുന്ന ആദ്യ ലോക നേതാവും നരേന്ദ്രമോദിയാണ്. 2020 ലോകകപ്പിൽ വിജയകരമായ റൺ ചേസിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസാണ് സഞ്ജുവിനെ ഈ ചരിത്ര നേട്ടത്തിന് അർഹനാക്കിയത്. 2020 ലോകകപ്പിൽ ഇന്ത്യ ചേസ് ചെയ്ത് വിജയിക്കുന്ന ഏറ്റവും ഉയർന്ന ലോട്ടാണിത്. 2014 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 173 റൺസ് അടിച്ച് ജയിച്ചതായിരുന്നു ഇതുവരെയുള്ള മികച്ച പ്രകടനം. 2020 ലോകകപ്പിലെ ഒരു എഡിഷനിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് ഇട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഷിഫ്രോൺ ഹെറ്റ്മെയർ ആണ്. 18 സിക്സ് അടിച്ച പാകിസ്ഥാന്റെ സാഹിബ് സദഫർഖാനെ മറികടന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായ 8ാം 2020 വിജയം നേടി.
ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ബാറ്റർ സ്മൃതി മന്ദാന. ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവർട്ടിനെ പിന്തള്ളിയാണ് സ്മൃതി റാങ്കിങ്ങിൽ തലപ്പത്തെത്തിയത്. 9ാം സ്ഥാനം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, 12ാം സ്ഥാനം ജെമീമ റോഡ്രിഗസ്.